ഓക്കെ, സോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ പറഞ്ഞ ഒരു കാത്ലീനായിട്ടുള്ളൊരു ചലഞ്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അവൾ ലാസ്റ്റ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഗ്യാരേജ് ആയിരുന്നു. ഗ്യാരേജ് ഓഫർ ചെയ്തതല്ല, അവളൊരു എന്താ പറയുക, എന്തായാലും വാക്ക് പറഞ്ഞാൽ വാക്കെന്നുള്ള രീതിയിലാണ് കാത്ലീന എപ്പോഴും നമ്മളോട് ബിഹേവ് ചെയ്തിരുന്നത്. അപ്പോൾ അവൾ ഒബിയസ്ലി റൈസിൽ ജയിച്ചതിന് ഒരു പാരിതോഷികം എന്നേന നമുക്കൊരു ഗ്യാരേജ് തന്നിരിക്കുകയാണ്. അപ്പോൾ അത് അവിടെ കഴിഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കോൾ വന്നിട്ടുണ്ട്. അതായത് ഇത് നമ്മുടെ ട്രൂത്തിൻ്റെ കോൾ വന്നിട്ട് നമ്മളോട് അവിടെ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ റൈഡ് ചെയ്ത് പോവുകയാണ്. റൈഡ് കുറച്ച് ലോങ് ആയതുകൊണ്ട് ഞാനൊന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പഴയ ടൗണിലേക്ക് വന്നിരിക്കുകയാണ്. പഴയ ടൗൺ പഴയതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്, ഒരു മാറ്റമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് റൈഡ് ഒന്ന് മാറ്റി പിടിക്കണം. കാരണം കാറൊന്നും മാറ്റണം. കാറ് നല്ല കാറാണ്, പക്ഷേ നമ്മൾ ഓഫ് റോഡിൽ നിന്ന് എടുത്ത കാരണം അതിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓഫ് റോഡ് ടയറാണ്. അത് നമ്മുടെ സിറ്റി മോഡിൽ അധികം നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു റാൻഡം ആയിട്ടുള്ളൊരു വെഹിക്കിൾ ചൂസ് ചെയ്യണം. സോ ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്ന വെഹിക്കിൾ എന്ന് പറയുന്ന ഈ മോഡലിൻ്റെ ആണ്. ഇത് മതി നമുക്ക് മാറിയിരിക്കുക. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളിപ്പോൾ 2 വീലർ റോബറി ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റീൽ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈഡിൽ നിന്ന് എൻ്റർ ചെയ്യാതെ നേരെ അതിൻ്റെ ഫ്രണ്ട് സൈഡ്. ഓ മാൻ, ഒരു 6 ഐറ്റം മിസ്സായി പോയി മുത്തേ. അതിൻ്റെ ടെക്ക്. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ 2 വീലർ അങ്ങനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മാക്സിമം ഇതേപോലെ സൈഡിൽ നിന്ന് കയറാതെ വണ്ടിയുടെ നേരെ ഫോർവേഡ് നമ്മളെ ഇൻ ഫ്രണ്ട് ഓഫ് ഒരു ബൈക്കിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ചാടിയിട്ട് ആരാണോ അവിടെ ഇരിക്കുന്ന റൈറ്റ് സീറ്റിൽ ആരാണോ ഇരിക്കുന്ന ആളെ തട്ടി മാറ്റി എന്ന് വെച്ചാൽ സ്പോട്ടിൽ സ്വാപ്പാവും നമ്മൾ. അതൊരു നല്ല അഡ്വാൻറ്റേജാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കോപ്സിൻ്റെ വണ്ടിയാണ് നമ്മൾ എടുക്കണമെങ്കിൽ നമ്മൾ സൈഡിൽ നിന്ന് അടിച്ച് നിലത്തിട്ട് പിന്നെ നമ്മൾ കയറുന്ന ടൈം കൊണ്ട് അവർക്ക് എണീറ്റ് നമ്മൾ അറസ്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടും. പക്ഷേ നമ്മളെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ ചാടുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ടൈം കൊണ്ട് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു ഡിഫറൻസ് ആണ്. അതൊരു ചെറിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ക്രൂസ് ബൈക്ക് പോരാട്ടാ. ഞാൻ എന്തോ ഒരു കാര്യത്തിന് അവിടുന്ന് ആ പോലീസുകാർ അല്ലെങ്കിൽ ആ കോപ്സ് അവിടുന്ന് ഒന്ന് ട്രിഗറായപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ബൈക്ക് എടുക്കാമെന്ന് ചോദിച്ചിട്ട് എടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഈ റൈഡും കുറച്ച് ലോങ് ആണ്. അതായത് ട്രൂത്തിൻ്റെ അവിടേക്കാണ് നമ്മൾ പോവേണ്ടത്, ട്രൂത്തിൻ്റെ ബേസിലേക്ക്. അപ്പോൾ ഞാനൊന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ GTA സാൻ ആൻഡ്രിയാസിലെ മാപ്പിൽ ഏറ്റവും മേജറായിട്ടുള്ള ഒരു ഹെയർ പിന്നാണ് ഈ കാണുന്ന. നമ്മുടെ നാട്ടിലത്തെ ഹെയർ പിന്ന് പോലെയല്ല, കുറച്ച് ലോങ് ആയിട്ടുള്ള കുറച്ച് ഈ പറയുന്ന GCCയിലൊക്കെ കാണുന്ന ടൈപ്പ് ഹെയർ പിന്ന് കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് കാണിച്ച് തന്നുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. അതായത് ട്രൂത്തിൻ്റെ ബേസിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആ കാണുന്ന റെഡ് സർക്കിളിൽ നമ്മൾ വണ്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ മെഷീൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു അത്യാവശ്യം നല്ലൊരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു മെഷീനാണ് ഇപ്പോൾ ഈ കാണുന്നതെന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഈ ഒരു മെഷീൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ട്രൂത്തിനെ കാണുന്നുണ്ട്. ട്രൂത്ത് ഒരു യോഗാസനം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളൊരു എന്താ പറയുക, സംഭവം ആളൊരു മരുന്ന് അഡിക്റ്റ് ആണെങ്കിലും ഭയങ്കര ദൈവികമായി പീസ്ഫുൾ മൈൻഡുള്ളൊരു ചങ്ങായിയാണ്. നമുക്ക് ആളുടെ ഒരു ക്യാരക്ടറിൽ നിന്ന് മനസ്സിലാവും. കാരണം ഒബ്വിയസ്ലി ആൾ ഈ പറയുന്ന കാം മൈൻഡാണ്. അതേപോലെ ആൾ ബോഡി എന്തൊക്കെ ലഹരി കയറ്റുന്നുണ്ടെങ്കിലും ബോഡി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് ആളുടെ ഒരു ക്യാരക്ടർ കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇവർ എല്ലാവരും കൂടി ഈ സിറ്റി വിട്ട് അല്ലെങ്കിൽ ഈ ഒരു വില്ലേജ് വിട്ട് പോവുകയാണ്. എവിടേക്കാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാത്ലീന ആദ്യം കൊടുത്ത ആ ഗ്യാരേജിലേക്കാണ് ഇവർ മാറുന്നത്. കാരണം ഇപ്പോൾ ഇവിടെയും ഈ കാണുന്ന ഫോറസ്റ്റ് ഏരിയയിലും ഇവർ സേഫ് അല്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ സീസറിനോടും കാൻഡിലിനോടും അതേപോലെ വിത്ത് ട്രൂത്തും അങ്ങോട്ട് പോകാനുള്ള കാര്യത്തിൽ അപ്പോൾ കോപ്സിൻ്റെ അതായത് ഈ പോലീസിൻ്റെ ചോപ്പർ കാര്യങ്ങളൊക്കെ വരുന്ന സൗണ്ട് കേട്ടിട്ട് നമ്മുടെ ട്രൂത്ത് ആകെ പാനിക്കായിരിക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ട്രൂത്തിന് ഒരുപാട് ഗഞ്ച ഫാംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കത്തിച്ച് ഫയർ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ളൊരു നടപടിയിലാണ്. കാരണം എവിഡൻസോട് കൂടിയിട്ട് ഇവരെ കിട്ടുകയാണെങ്കിൽ ഒരിക്കലും ട്രൂത്തിൻ്റെ രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാണുന്ന ഗഞ്ച ഫാമും കാര്യങ്ങളൊക്കെ കത്തിച്ച് കളയാനാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ കത്തിച്ച് കളയുന്നതിൻ്റെ ഇടയിലൊരു പക്ക ഇൻസെയിൻ ഡീറ്റെയിലിംഗ് ഉണ്ട്. അത് ഞാൻ എന്തായാലും കാണിച്ചു തരാം. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കാണുന്ന മാപ്പിൽ കാണിക്കുന്ന ഈ റെഡ് സ്ക്വയർസ് കാര്യങ്ങളൊക്കെ നമുക്ക് കത്തിച്ച് കളയണം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈ ഫയർ എക്യുപ്മെൻറ്റ് വെച്ചിട്ട്
കത്തിച്ച് കളയാം. അപ്പോൾ മുകളിൽ റിമൈനിങ് ടൈം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് കോപ്സ് നമ്മുടെ ബേസിൽ ലാൻഡ് ചെയ്യണ ടൈമിങ്ങാണ് അപ്പോൾ കൊടുത്തിരിക്കുന്നത്. ആ ടൈമിനുള്ളിൽ നമുക്ക് ഈ കാണുന്ന ഫാം മൊത്തം കത്തിച്ച് കളയണം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അതൊക്കെ കത്തിച്ചാമ്പലാവുള്ളൂ. അപ്പോൾ ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ ഇത്രയും കാലം ഫ്രൂട്ട് വെള്ളം അതേപോലെ വളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്തിയിരുന്ന സാധനമാണ് ഇപ്പോൾ കത്തിച്ച് കഴിഞ്ഞാൽ എത്രയോ കൂടിയ രൂപയുടെ മുതലാണെന്നറിയും. എന്നാലും സീനില്ല. കാരണം ആൾക്കിപ്പോൾ വേണ്ടത് സമാധാനപരമായിട്ടുള്ള പീസ്ഫുൾ മൈൻഡാണ്. അതിപ്പോൾ 10 പെന്നി ജസ്റ്റ് ആളെ കൊണ്ട് ഈ പറയുന്ന കുറേ കാര്യങ്ങളും ഈ സീജനെ കൊണ്ട് ചെയ്യിക്കുന്ന പോലെ തന്നെ ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാം. കാരണം ട്രൂത്ത് നമ്മുടെ കൂടെയാണ് ഇപ്പോൾ. 10 പെന്നിനോട് നമ്മളെ പോലെ തന്നെ സീജയുടെ പോലെ തന്നെ ട്രൂത്തിനും ഈ പറയുന്ന ഒരു അമർഷവും അതേപോലെ ഒരു ഹെയ്റ്റ് ഉണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി വരുന്നതും കൂടി നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ ഈ സ്ക്രീന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ആ ഒരു ഡീറ്റെയിലിംഗ് ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. കാരണം നമ്മുടെ സ്ക്രീനൊന്ന് ചെറുതായി ടിൽറ്റിങ് തുടങ്ങിയിട്ടില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കത്തിക്കുന്ന സാധനം എന്താണെന്ന് നമുക്കറിയാലോ. ഒറിജിനൽ മരിജുവാനാണ് നമ്മൾ കത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു പുക നമ്മുടെ മൂക്കിലേക്ക് തട്ടി അല്ലെങ്കിൽ ആ പുക നമ്മൾ എന്തായാലും ശ്വസിക്കും. കാരണം ഇത്രയും ഒരു ടൺ കണക്കിന് കഞ്ചാവ് നമ്മൾ കത്തിക്കുന്നത് എന്തായാലും നമ്മൾ ഒബ്വിയസ്ലി ആ ഒരു പുക കാര്യങ്ങൾ ശ്വസിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ട്രിപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ട്രിപ്പിംഗ് ആണ് ഈ പറയുന്ന ടിൽറ്റിങ്ങിൽ ആ ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു കഞ്ചാവ് അടിച്ചാലുള്ള ഒരു ടിൽറ്റിംഗ് ആണ്. ഇപ്പോൾ ഒരു ഡീറ്റെയിലിംഗ് പോലെ ഭയങ്കര എന്താ പറയുക നോട്ടീസബിൾ ആയിട്ടുള്ളൊരു ഡീറ്റെയിലിംഗ് ആണ് ഇത് കാണുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ആ സ്ക്രീൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടുന്നുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര ഇൻസീനിങ് ആയിട്ടുള്ളൊരു ഡീറ്റെയിലിംഗ് ആണ് ഈ ഒരു ഗെയിമിൽ. ഓക്കെ, നമ്മൾ ഒരുവിധം പുകയൊക്കെ ശ്വസിച്ചതിന് ശേഷം നമ്മൾ അത്യാവശ്യം സീജയ്ക്ക് ഇറങ്ങിയിരിക്കുന്നുണ്ട്. പക്ഷേ ഇറങ്ങി ചങ്ങായി കെടാനൊന്നും പോണില്ല. അവൻ്റെ പണി നോക്കി ബാക്കിയുള്ളതും കൂടി കത്തിച്ച് കളയാനുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത്. ചോപ്പറിന് എന്തായാലും ലാൻഡ് ചെയ്യാൻ 3 മിനിറ്റ് ബാക്കി, 3 മിനിറ്റ് ടൈം റിമൈനിങ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ഫാമും കാര്യങ്ങളും മൊത്തം കത്തിച്ച് കളയേണ്ടതുണ്ട്. ഓക്കെ, ഇനി ഒരൊറ്റ സ്ക്വയർ മാത്രമേ ഉള്ളൂ. ആ ഒരു സ്ക്വയർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എവിഡൻസ് കാര്യങ്ങൾ നമ്മൾ കത്തിച്ച് കളഞ്ഞ്. അപ്പോൾ നമ്മളെ കിട്ടാൻ പോകണില്ല. ഒന്നാമത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്തായാലും അവർക്ക് കിട്ടാൻ പോകുന്നില്ല. പക്ഷേ അഥവാ കിട്ടുകയാണെങ്കിൽ ഈ ഒരു സാധനം കൂടി പിടിക്കുകയാണെങ്കിൽ നമ്മളെ നൈസായിട്ട് ലോക്ക് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും നോക്കിയേ ഭയങ്കര രീതിയിൽ ആടുന്നുണ്ട്, നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. ഇത്രയും ടൺ കണക്കിന് ഗഞ്ച് നമ്മൾ കത്തിച്ച് കഴിഞ്ഞതിനുള്ള ആ ഒരു കിറുങ്ങലാണ് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നത്. അപ്പോൾ മേലാണ് ചോപ്പർ, അവർ ഓൾമോസ്റ്റ് ലാൻഡ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എന്താ ഇനിയിപ്പോൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രൂത്ത് ബാക്കിൽ ഒരു എക്യുപ്മെൻ്റ് ഉണ്ട്, നീ അത് എടുക്കുമെന്ന് പറയുന്നുണ്ട് നമ്മുടെ സീജർ എടുത്ത്. അപ്പോൾ എടുക്കുമ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ റോക്കറ്റ് ലോഞ്ചറാണ്. ഈ സാധനം വെച്ചിട്ട് നമ്മുടെ ചോപ്പറിനെ മേലെ പറക്കണം, ചോപ്പറിനെ ഒറ്റയടിക്ക് അടിക്കണം. അത് നമ്മളെ ട്രൂത്തിനെ ലോക്ക് ചെയ്യണേക്കാളും മുന്നേ നമുക്കത് അടിച്ചിടണം. ഓക്കെ, നമ്മൾ ആ ഒരു ദൗത്യം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സംഭവം കത്തിച്ചാമ്പലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ ട്രൂത്തിൻ്റെ വണ്ടിയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിനി പുതിയ സിറ്റിയിലേക്കാണ് നമ്മൾ ഈ സ്റ്റെഫും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ പോകുന്നത്. അപ്പോൾ ഇനി ആ ഗാരേജ് സാൻ ഫെറേറോ എന്ന് പറഞ്ഞ ആ ഒരു സിറ്റിയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതായത് കാത്തലീന തന്ന ആ ഒരു ഗാരേജാണ് നമ്മളിനി നമ്മുടെ ഹോമായിട്ട് ഇനിയുള്ള മെഷീൻസിൽ നമ്മൾ ആ ഒരു ഹോമിലായിരിക്കും നമ്മളെ മെഷീനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്തായാലും കുറച്ച് ലെങ്ത് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ നൈസായിട്ട് സ്കിപ്പ് ചെയ്യുന്നു. സോ ഗൈസ്, നമ്മൾ ഫൈനലി ആ ഒരു സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ സാൻ ഫെയറോ എന്ന് പറഞ്ഞ ആ ഒരു സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള മെഷീനും കാര്യങ്ങളൊക്കെ കൂടുതലും ഇവിടെ നിന്നാണ്. ഇവിടുന്ന് ഈ പറയുന്ന അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് അത്യാവശ്യം എന്താ പറയുക, നമ്മുടെ ഫസ്റ്റത്തെ സിറ്റി പോലെ ഒരു അത്യാവശ്യം ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സിറ്റിയാണ്. മെയിനായിട്ട് ഇവിടുത്തെ വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി സ്പോർട്ടി ആയിട്ടുള്ള കാറുകളും ബൈക്കുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഒരു അത്യാവശ്യം വലിയൊരു എയർപോർട്ടും കാര്യങ്ങളുണ്ട്. ഈ എയർപോർട്ടിൽ നമുക്ക് കുറേ മെഷീൻസും കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്തായാലും ഇൻ ഫ്യൂച്ചർ നമുക്ക് കാണാൻ സാധിക്കും. ലേറ്റർ ഓൺ എന്തായാലും നമ്മൾ ഈ മെഷീൻ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ
അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. എന്തായാലും ഈ വാൻ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക അട്രാക്ഷൻ വരുന്ന സാധനമാണല്ലോ. ഒരു ട്രിപ്പിയുടെ ഒരു വാൻ തന്നെയാണ്. ആ കളറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സിറ്റിയിൽ കയറിയിട്ടുള്ള ഈ NPCസിനൊക്കെ എടുത്ത് വലിച്ചെറിയുന്നുണ്ട്. അപ്പോൾ നേരെ കണ്ട് ആ ഒരു ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഗ്യാരേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നോർമലൈസ്ഡ് ആയിട്ടുള്ളൊരു ഗ്യാരേജാണ്. മാത്രമല്ല നമുക്കൊരു വലിയൊരു ഷട്ടറുണ്ട്. 3 വെഹിക്കിളൊക്കെ ഒരേ ടൈമിൽ ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഷട്ടറാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കാറ്റ്ലീന തന്ന ഒരു സൂമർ എന്ന് പറയുന്ന ഗ്യാരേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഇനി മുതലുള്ള ദൗത്യങ്ങൾ കാര്യങ്ങൾ ഇവിടെ നിന്നായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോ വേണ്ടി കാണുന്നവരെ